നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ക്രിസ്തീയ കൂട്ടായ്മ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങളാണ് തൊട്ടു മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതായത്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ട്, ദൈവവചനം പ്രമാണിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, എങ്കിൽ അത് സഫലമാകും എന്നാണ് യേശു പറഞ്ഞത്. പക്ഷേ തൊട്ടു താഴെ യേശു പറയുകയാണ്, എൻ്റെ പ്രധാന കൽപ്പന എന്ന് പറയുന്നത് സഹോദരന്മാരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ചിലരുടെ ധാരണ ദൈവകൽപ്പന ഒരു സഭയെ സംബന്ധിച്ച്, സഭാംഗത്തെ സംബന്ധിച്ചുള്ള ദൈവകൽപ്പന വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, എൻ്റെ നാമം വൃഥാ എടുക്കരുത്, കൂട്ടുകാരൻ്റെ കാര്യമോ കാളയോ കഴുതിയോ മോഹിക്കരുത്, അങ്ങനെയുള്ള 10 കൽപ്പനകളാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ 10 കൽപ്പനയും പലതും പ്രമാണിക്കുന്നത് കൊണ്ട് തങ്ങൾ യോഗ്യരാണ് എന്നും അവർ ചിന്തിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, 10 കൽപ്പന വാസ്തവം പറഞ്ഞാൽ അത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട യഹൂദന്മാർക്കുള്ളതാണ്. എന്നാൽ സഭയ്ക്ക് വേറെ കൽപ്പനകളാണ്. 10 കൽപ്പനയുടെ യഥാർത്ഥ വ്യാഖ്യാനം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതായത്, കൊല ചെയ്യരുതെന്നല്ല, കോപിക്കരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നല്ല, സ്ത്രീയെ മുഖത്തോട് നോക്കുക പോലും അരുത്, മോഷ്ടിക്കരുതെന്നല്ല, അന്യൻ്റെ ആഗ്രഹിക്കുക പോലും അരുത്. അതുപോലെ ഉള്ള അതിൻ്റെ ശരിയായ അർത്ഥം, വ്യാഖ്യാനം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. അല്ലാതെ ആ 10 കൽപ്പന അങ്ങനെ തന്നെ നമുക്ക് ബാധകമല്ല. 10 കൽപ്പനയിലെ ഒരു കൽപ്പന വിഗ്രഹം ഉണ്ടാക്കരുതെന്നാണ്. വാസ്തവത്തിൽ അതല്ല. ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്, അത്യാഗ്രഹം എന്നൊക്കെ പറയുന്ന വിഗ്രഹാരാധനയാണെന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവത്തെക്കാൾ അധികം മറ്റ് എന്തിനെ സ്നേഹിക്കുന്നു അത് വിഗ്രഹാരാധനയാണ്. അത് നമുക്ക് ബാധകമാണ്. അതുപോലെ ശബത്ത് നാളിനെ സ്തുതികരിക്കാൻ ഓർക്കുക. നമുക്കൊരു പ്രത്യേക ദിവസത്തിലുള്ള ഭക്തി അതല്ല പുതിയ നിയമത്തിലുള്ളത്. നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ സ്നേഹിക്കണം എല്ലാ ദിവസവും. എന്നാൽ ഒരു ദിവസം നമ്മൾ വെറുതെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് മാത്രം. അപ്പോൾ കർത്താവ് കൽപ്പിച്ച സഭയ്ക്കുള്ള കൽപ്പനകൾ, ഈ 10 കൽപ്പനയുടെ ശരിയായ വ്യാഖ്യാനം അത് വേണം. പിന്നെ സ്നാനപ്പെടണം. യേശുവിനെ കൈക്കൊണ്ട ആളുകൾ യേശു മാതൃക കാണിച്ചതുപോലെയും അപ്പോസ്തലന്മാർ ആചരിച്ചതുപോലെയും വേദപുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളതുപോലെയും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അപ്പോൾ ഒരു സഭയെ അറിയിക്കണം, സഭ സ്നാനം അറേഞ്ച് ചെയ്യണം, നമ്മൾ ആ സ്നാനപ്പെട്ട് ആ സഭയോട് ചേരണം. എന്നിട്ട് തിരുവത്താഴത്തിൽ പങ്കെടുത്ത് സഭയായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളായി, ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ച് ജീവിക്കണം. അതാണ് പ്രാദേശിക സഭയെന്ന് പറയുന്നത്. ഒരാൾ നിന്നോട് പിഴച്ചാൽ നീ അവനും മാത്രമുള്ളപ്പോൾ തെറ്റവനെ ബോധ്യപ്പെടുത്തുക, ഇല്ലെങ്കിൽ 2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. ഇതല്ലെങ്കിൽ സഭയെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ സ്ഥലസഭയെ അറിയിക്കാനാ. നീ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇടവകയെ, പ്രാദേശിക സഭയിലെ ലീഡേഴ്സിനെ അത് അറിയിക്കുക എന്നുള്ളതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. 2 നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവിടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞത് പ്രാദേശിക സഭയുടെ ഏറ്റവും ചെറിയ ഘടകത്തിൻ്റെ കാര്യമാണ്. അതിനൊരു കെട്ടിട നിർബന്ധമല്ല, അതിനൊരു പേര് നിർബന്ധമല്ല. ആദ്യകാലത്തൊക്കെ വീടുകളിലായിരുന്നു തിരുവത്താഴം വെച്ച് ആരാധിച്ചിരുന്നത്. അതിലൊരു തെറ്റുമില്ല. പഴയ നിയമകാലത്ത് പോലും ദൈവത്തിൻ്റെ പെട്ടകം അബീനാദാമിൻ്റെ വീട്ടിലും ഓബേദ്-ഏദോമിൻ്റെ വീട്ടിലും ഒക്കെ ഇരുന്നിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് വീട്ടിലൊക്കെയാണോ തിരുവത്താഴം കഴിക്കുന്നത്, ആരാധിക്കുന്നതെന്നൊരു ഒരു അത്ഭുതത്തോടുകൂടി ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും കർത്താവിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ യേശുവിനെ ദൈവമാണെന്ന്, ദൈവം മനുഷ്യനായതാണെന്ന് വിശ്വസിക്കുന്ന
യേശു നമുക്കായി കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വേണം എന്ത് ചെയ്യാൻ? പിതാവിനെ നമസ്കരിക്കുവാൻ, ഒരുമിച്ച് ഒരു വീട്ടിലോ മരത്തണലിലോ ഗുഹയിലോ ഒരു വാഹനത്തിലോ ഒക്കെ കൂടേണ്ടത്. അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ ഈ തിരുവത്താഴം ഒറ്റയ്ക്ക് കഴിക്കാൻ സാധിക്കുകയില്ല, സ്നാനം ഒറ്റയ്ക്ക് നടത്താൻ സാധിക്കുകയില്ല. ഒരാൾക്ക് മാത്രം വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടാനായിട്ട് സാധിക്കില്ല, സ്നാനപ്പെടുത്താൻ ആൾ വേണം. അതുപോലെ സുവിശേഷ വേല അതും ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് യേശു പോലും 2 പേരെ വീതമാണല്ലോ അയച്ചത്. അതുപോലെ കൂട്ടായ്മ, ആ സഭയിലെ എല്ലാ സൗകര്യമാരുമായിട്ടും കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കണം. അപ്പോൾ ഇതിൻ്റെ രത്നച്ചുരുക്കം എന്താണ്? ഇതിൻ്റെ രത്നച്ചുരുക്കം ദൈവത്തെ മാത്രം സ്നേഹിച്ചാൽ പോരാ, നിന്നെ ദൈവം ബന്ധിപ്പിക്കുന്ന ആ ഇടവകയോട്, സഭയോട് നിനക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. അതാണ് പഴയ നിയമത്തിൻ്റെ രത്നച്ചുരുക്കം. ദൈവത്തെ സ്നേഹിക്കുക, കൂട്ടുകാരൻ നിന്നെ പോലെ സ്നേഹിക്കുക. പുതിയ നിയമത്തിൻ്റെ അങ്ങനെ തന്നെയാണ്. നമുക്കായി ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ജീവിക്കുന്ന യേശുവിനെ സ്നേഹിക്കുക. കർത്താവിനെ സ്നേഹിക്കാത്തവന് ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു എന്നാണ് 1 Corinthians 16:22. ഒന്നാമത് കർത്താവിനെ സ്നേഹിക്കുക, രണ്ടാമത് കർത്താവ് രക്ഷിച്ച ആളുകളെ സ്നേഹിച്ച് അവരോട് ചേർന്ന് സ്നാനപ്പെടാൻ, പാട്ടുപാടാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, കൂട്ടായ്മയായിരിക്കാൻ, സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ തയ്യാറാകുക. ഞാനൊരു സത്യം പറയാം. യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്, മനുഷ്യന് വേണ്ടി നരകമേറ്റ് മരിച്ചുയർച്ച് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ധാരാളം ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ അവർ വെള്ളം കാണുമ്പോൾ അടയ്ക്കുകയാണ്, പറയുമ്പോൾ സ്നേഹം പോവുകയാണ്. അതിൻ്റെ കാരണം സ്നാനപ്പെട്ട് അവർക്ക് ചേർന്ന് കൂടി ആരാധിക്കാൻ പറ്റിയ ആളുകളെ അവർക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെ ഉള്ളവരെ അവരുടെ കണ്ണിൽ പിടിക്കുന്നില്ല. തങ്ങൾക്ക് തുല്യം വിദ്യാഭ്യാസം ഇല്ല, തങ്ങൾക്ക് തുല്യം നിറമില്ല, തങ്ങൾക്ക് തുല്യം പണമില്ല, തങ്ങൾക്ക് തുല്യമുള്ള കുടുംബമഹിമയില്ല, തങ്ങൾക്ക് തുല്യമുള്ള സ്റ്റാറ്റസ് ഇല്ല. അതുകൊണ്ട് ഇവരോടൊക്കെ ചേർന്ന് വേണോ കർത്താവിനെ ആരാധിക്കാൻ എന്നാണ്. ഞാൻ ഇടുക്കിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ പ്രവർത്തിച്ച് ഉണ്ടായ ഒരു സഭയിൽ നമ്മുടെ ഒരു കലക്ടർ, ഗവൺമെൻറ്റിൻ്റെയൊക്കെ സഹായത്തോടു കൂടെ വന്ന കലക്ടർ ആ പായിലിരുന്ന് ഞങ്ങളോടൊപ്പം ആരാധിക്കുന്ന ആളായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് രക്ഷിച്ച, ചോറ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ആളുകളെ വലിയവരായി കാണുവാൻ, അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് യേശു നൽകിയ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നിങ്ങൾ പാലിച്ച് തമ്മിൽ വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേരുവാൻ, എളിയവരെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വായിക്കുന്നത് പോലെ എളിയവരോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായാൽ നമ്മുടെ പ്രാർത്ഥന സഫലമാകും. തീർച്ചയായിട്ടും ദൈവത്തിന് അത് വലിയ പ്രസാദമായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.